ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം 1444 ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ എൻഡ് ഡിജിറ്റ് 4 ആണ്. ഈ എൻഡ് ഡിജിറ്റ് 4 വരുന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 4 വരുന്നതെന്ന് നോക്കണം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 വരും, 8ൻ്റെ സ്ക്വയർ 64 വരും. അപ്പോൾ എൻഡ് ഡിജിറ്റ് 4 വരുന്ന രണ്ട് നമ്പേഴ്സ് 2ഉം 8ഉം. ഇനി അടുത്തത് സ്ക്വയർ റൂട്ടല്ലേ കാണുന്നത്. അപ്പം എൻഡ് ഡിജിറ്റ് 2ഓ 8ഓ ആവാം. അപ്പോൾ ഇനി ടെൻസിലെ പ്ലേസ് നമ്മൾ സ്ക്വയർ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ എടുക്കേണ്ട 14 എന്ന് പറയുന്ന നമ്പറാണ്. ഫസ്റ്റ് 2 ഡിജിറ്റ്സ് അത് 14നകത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്ന് നോക്കണം. പെർഫെക്റ്റ് സ്ക്വയർ 14നകത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 9 അല്ലേ. 4 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 16 ആവും. അതായത് 14 എക്സീഡ് ചെയ്ത് പോകും. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതിനകത്ത് വരുന്ന ലെസ് ദാൻ ദ സ്ക്വയർ നമ്പർ അത് വരുന്ന നമ്പറാണ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9. അപ്പോൾ ഈ 3യും അതിൻ്റെ നെക്സ്റ്റ് നമ്പറും പ്രോഡക്റ്റ് എടുക്കണം. 3 × 4 12. 12 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ 14നേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 38. കാരണം ഇവയുടെ പ്രോഡക്റ്റ് 3 × 4 എന്ന് പറയുന്നത് 12, 14നേക്കാളും കുറവാണ്. നമുക്കവിടെ 14 വരുന്നുണ്ട്. അപ്പോൾ 38 ആണ് നമ്മുടെ സ്ക്വയർ റൂട്ട് വരുന്നത്. 32 അല്ല, 38. ഇതാണ് നമ്മുടെ ഈസി മെത്തേഡ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. 2116 എൻഡ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ എൻഡ് ഡിജിറ്റ് 6 വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്വയർ വരുന്ന 36ഉം വരാം, 16ഉം വരാം. അതായത് 4ഉം വരാം, 6ഉം വരാം. ഇനി 21നകത്ത് വരുന്ന നമ്പർ ഏതാണ്? ഇനി 21നകത്ത് വരുന്നത് ഏതാണ്? 4 സ്ക്വയർ ഈക്വൽ ടു 16 വരുന്നുണ്ട്. അത് ലെസ് ദാൻ 21 ആണ്. 5 സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. അത് എക്സീഡ് ചെയ്യുന്നു 21നേക്കാളും. അപ്പോൾ അത് നമ്മുടെ കേസ് അല്ല. അപ്പോൾ 4 സ്ക്വയർ, അപ്പോൾ ഇവിടെയും 4 ഇവിടെയും 4 ആകാം. 44ഓ 46ഓ ആകാം. ഇനി ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 മൾട്ടിപ്ലൈഡ് ബൈ അത് അടുത്ത നമ്പർ 5, 20. ഈ 20 എന്ന് പറയുന്നത് 21നേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് 46 ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ 20 എന്ന് പറയുന്ന നമ്പർ 21നേക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ വലിയ നമ്പർ എടുക്കണം. 46 ആണ് നമ്മുടെ ആൻസർ. 5184 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണുന്നു നോക്കാം. എൻ്റെ ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 8 സ്ക്വയർ 64 വരാം, 2 സ്ക്വയർ 4 വരാം. പോസിബിളായിട്ടുള്ള നമ്പേഴ്സ് 8ഉം 2ഉം ആണ് എൻ്റെ ഡിജിറ്റ്. ഇനി 51നകത്ത് വരുന്ന സ്ക്വയർ റൂട്ട് 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. അപ്പോൾ അതെന്തായാലും വരുന്നില്ല. 7 സ്ക്വയർ ആണ് 40. അപ്പോൾ 7 സ്ക്വയർ ആണ് വരുന്നത്. ഇനി അടുത്തത് 7 × നെക്സ്റ്റ് നമ്പർ 7 × 8 56. 56 എന്ന് പറയുന്നത് ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ 51 ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ചെറിയ നമ്പറാണ് എടുക്കേണ്ടത്. 72 ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ട്. ഓക്കെ. 7569 എൻ്റെ ഡിജിറ്റ് 9 ആണ്. 3 സ്ക്വയറും 7 സ്ക്വയറും 40. ഇനി 8 സ്ക്വയർ 64 എന്ന് പറയുന്നത് 675നേക്കാളും ചെറുതാണ്. അപ്പോൾ 9 സ്ക്വയർ 81 ആണ്. അത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ 83ഓ 87ഓ ആവാം നമ്മുടെ പോസിബിൾ സ്ക്വയർ റൂട്ട്. 8 നെക്സ്റ്റ് ഡിജിറ്റ് 9, 8 × 9 72. 72 എന്ന് പറയുന്നത് 75നേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് വലിയ നമ്പറാണ് എടുക്കേണ്ടത്. 87 ആണ് ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയർ റൂട്ട് കാണാം. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.